ഇമാം ബൂസൂരി തങ്ങളുടെ പള്ളിയിൽ നാം എത്തിക്കഴിഞ്ഞു. ബുറുദയുടെ മുസന്നിഫായ, ബുറുദയുടെ നായകനായ മഹാനായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മഖാമിൽ ബുറുദയുടെ ഈരടികൾ കൊണ്ട് ധന്യമായ നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ ആ ബുറുദയുടെ ഈരടികൾ കൊണ്ട് തന്നെ പള്ളിക്കകത്ത് പള്ളിയുടെ മുഴുവൻ ഭിത്തിയിലും അതാ ബുറുദയുടെ വരികൾ എഴുതി വച്ചിരിക്കുന്നത് കാണാം. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പക്ഷപാതം പിടിച്ച് കിടന്നപ്പോൾ അതിന്റെ മോചനത്തിനും സർവോപരി ഉഖ്റവിയായ വിജയത്തിനും മദ്ഹുർ റസൂൽ കൊണ്ട് അനുഗ്രഹീതനാകാൻ എനിക്ക് കഴിയണമെന്ന് ആഗ്രഹിച്ചു ഉസ്താദിന്റെ മുമ്പിൽ പറഞ്ഞ വാക്കിന്റെ പ്രതിഫലനമെന്ന വണ്ണം എഴുതി വച്ചിരിക്കുന്ന മഹത്തായ ബുറുദ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ബുറുദയാണ് അവിടുത്തെ വിശാലമായ പള്ളിയുടെ ഭിത്തിയിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈജിപ്തും ആ പള്ളിയും വരികളും നമ്മോടുണർത്തുന്ന കഥകളെ സംബന്ധിച്ച് വിശാലമായി സംസാരിക്കാൻ ഇവിടെ നേരമില്ല. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ പവിത്രധന്യമായ മഖാമിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ബുറുദയുടെ ഈരടികളോട് ഇണങ്ങിച്ചേരാൻ, ഇഴുകിച്ചേരാൻ ആ മഖാമിലെത്തുന്ന ആർക്കും തോന്നിപ്പോവുകയാണ്. അത്തരം ഒരാത്മീയതയുടെ മഹത്തായ വെളിയാളവുമായി പരിശുദ്ധമായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബൂസൂരി തങ്ങൾ, നാം ചെറുപ്പം മുതലേ കേൾക്കുന്ന ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ബുറുദയുടെ നായകരായ മഹാനുഭാവന്റെ പരിശുദ്ധമായ ഖബറിടത്തിലാണ്, അവിടുത്തെ ദരീഹിലാണ്, അവിടുത്തെ മഖാമിലാണ് നാം ഉള്ളത്. നാലു ഭാഗവും എഴുതി വച്ചിരിക്കുന്ന ബുറുദയുടെ ഈരടികൾ നമ്മെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ഈ ബുറുദയുടെ ഈരടികളുമായി മദ്ഹുർ റസൂൽ കൊണ്ട് അനുഗ്രഹീതരായവർക്ക് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത സമ്മാനമാണ്. എഴുതി വന്നപ്പോൾ ഇതാ പരിശുദ്ധമായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സമീപത്തുള്ള 14 ശൈഖന്മാരുടെ മഖാമാണ് കാണുന്നത്. 14 ശൈഖന്മാർ അവരുടെ മഖാമാണ് അവിടെ കാണുന്നത്. അതിൽ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മുർസി തങ്ങളുടെ മക്കളും സയ്യിദ് മുഹമ്മദ് ബറക്ക യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹുവിന്റെ സൗജത്ത് സയ്യിദ് മുഹമ്മദ് ഷരീഫ്, സയ്യിദ് മുഹമ്മദ് ഹൽവാഫി, സയ്യിദ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രന്മാർ എന്നിവരൊക്കെ അടങ്ങിയിട്ടുള്ള ആ മഹത്തായ കേന്ദ്രത്തിലാണ് നാം ഉള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ മഹജ റളിയല്ലാഹു അൻഹ അടങ്ങിയിരിക്കുന്ന, ഇബ്നു വക്കീ റളിയല്ലാഹു അൻഹു അടങ്ങിയിരിക്കുന്ന അങ്ങനെ ധാരാളം മഖാമുകളുടെ കേന്ദ്ര സമുച്ചയമായി ഇമാമുൽ ഹറമൈനി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനുഭാവനടക്കമുള്ള ധാരാളം നേതാക്കൾ ഒരുമിച്ചൊന്നായി അടങ്ങിയിരിക്കുന്ന മഹത്തായ മഖാമുകളും അതിന്റെ പരിസരത്ത് കാണാം. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ചെറുപ്പം മുതൽ കേട്ട് പഠിച്ചു വരുന്ന ഓർമ്മയിലിരിക്കുന്ന നമുക്ക് ബൂസൂരി ഇമാമിന്റെ ആ മഹത്തായ സവിധത്തിൽ എത്രമാത്രം നിർവൃതിയാണ് ഉണ്ടാവുക, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ആ മഹത്തായ ആത്മനിർവൃതിയുടെ കേന്ദ്രമായ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സമീപത്തുള്ള 14 ശൈഖന്മാർ അടങ്ങിയിരിക്കുന്ന മഹത്തായ മഖാമിലാണ് നാം ഉള്ളത്. മുഹമ്മദ് ബറക്ക, മുഹമ്മദ് ഷരീഫ്, മുഹമ്മദ് ഹൽവാഫി, സയ്യിദ് അഹ്മദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു, മുഹമ്മദുൽ മുനഖ്ഖി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെല്ലാവരും മുഹമ്മദ് സലാഹുദ്ദീൻ സൈനുൽ ആബിദീൻ തങ്ങളുടെ പുത്രന്മാരാണ് 3 പേരും. സയ്യിദ് യൂസുഫ് അൽ ജാറാനി, സയ്യിദ് മുഹമ്മദ് അബു അർദ, സയ്യിദ് മുഹമ്മദ് ഷരീഫ് അൽ മഗ്റബി, സയ്യിദ് മുഹമ്മദ് അൽ ഗരീബ്, സയ്യിദ് ഇബ്നു വക്കീ ഷഹീർ ബി അബി നവായിർ, ഇമാമുൽ ഹറമൈൻ തുടങ്ങിയ മഹാന്മാരെല്ലാവരും അടങ്ങിയിരിക്കുന്ന മഖാമുകളാണ് നാം ഇപ്പോൾ കണ്ടത്. മഹത്തായ യാഖൂത്തുൽ അർശ് എന്നറിയപ്പെടുന്ന മഹാനവറുകൾ അർശിലേക്ക് നോക്കിയിരിക്കുന്ന അത്രയും വലിയ സന്തോഷമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകണമെന്ന് ഉസ്താദ് അബുൽ അബ്ബാസ് മുർസി തങ്ങളോട് പറഞ്ഞു ദുആയിരുന്ന അത്രയും വലിയ മഹത്വത്തിലേക്ക് കടന്ന
മഹാനവറുകളുടെ മക്കാമ് നിലകൊള്ളുന്ന പള്ളിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പരിശുദ്ധമായ സ്ഥാനത്തെ വിളിച്ചോതുന്ന മൗലിദുകളും അതുപോലെ ബുർദയുടെ മജ്‌ലിസുകളും കൊണ്ട് ധന്യമായ അന്തരീക്ഷം തീർച്ചയായും ഇസ്കന്ദരിയയുടെ ചരിത്രത്തിന് ഒരു വലിയ തിലകക്കുറി തന്നെയാണ്. യാഖൂത്തുൽ അർശിന്റെ മക്കാമിലേക്ക് നാം എത്തിക്കഴിഞ്ഞു. സയ്യിദുനാ യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ മഹത്തായ മദ്ഹ് കീർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം ഉല്ലേഖനങ്ങൾ ആ മക്കാമിന്റെ പരിസര പ്രദേശത്ത് നമുക്ക് കാണാം. മഹാനുഭാവന്റെ സ്ഥാനമാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പ്രൗഢമായ അവിടുത്തെ മക്കാമ്. അല്ലാഹുവേ, മഹാനവറുകളോടൊപ്പം അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്ന സ്വാലിഹീകളിൽ സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. പരിശുദ്ധമായ യാഖൂത്തുൽ അർശ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിൽ നിന്ന് ഇനി നാം പോകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മക്കീനുദ്ദീനുൽ അസ്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിലേക്കാണ്. മക്കീനുദ്ദീൻ അസ്ബറിന്റെ മക്കാമ് ബഹുമാനപ്പെട്ട ഷാദുൽ ഇമാം റളിയല്ലാഹു തആല എന്ന് പറയുന്നു, മക്കീനുദ്ദീൻ റജുലുൻ അസ്മറുൽ ലൗനി വ അബിയദുൽ ഖൽബ് വ ഇന്നഹു മിനൽ അബ്ദാൽ അബ്ദാലിസ് സബ്അ. 7 അബ്ദാലുകൾ എന്ന പ്രസിദ്ധരായ മഹാന്മാരിൽപ്പെട്ട മക്കീനുദ്ദീൻ അസ്മർ റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധമായ മക്കാമിലാണ് നാം ഇപ്പോഴുള്ളത്. അവിടുത്തെ ആ മഹത്തായ വിശ്രമ സങ്കേത സ്ഥലവുമായി ബന്ധപ്പെട്ട് വിശാലമായ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കീനുദ്ദീൻ അസ്മർ റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം നമുക്ക് യാചിച്ചുകൊണ്ട് മഹാനവറുകളുടെ ഉസ്താദായ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെയും ഈ ശിഷ്യന്മാരുടെയും മഹത്തായ സേവന രംഗത്തെക്കുറിച്ച് ആലോചിക്കാൻ അലക്സാണ്ട്രിയയുടെ വിവിധ ഭാഗങ്ങൾ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ്. സയ്യിദ് മുഹമ്മദ് നാസറുദ്ദീൻ ഖലീഫത്തു അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മക്കാമിലേക്കാണ് നാം എത്തിയത്. അബുൽ അബ്ബാസ് മുർസി തങ്ങളുടെ ഖലീഫയാണ് സയ്യിദ് മുഹമ്മദ് നാസറുദ്ദീൻ റളിയല്ലാഹു അൻഹു. ദസൂഖ് എന്ന പേരിലറിയപ്പെടുന്ന വിശാലമായ പ്രദേശത്തിന്റെ 4 ഇടവഴികളും മഹാന്മാരായ ഔലിയാക്കളുടെ സങ്കേതങ്ങൾ കൊണ്ട് നിബിഡമാണ്. പരിശുദ്ധമായ ആ പ്രദേശത്തിന്റെ പവർ വിളിച്ചോതുന്ന രീതിയിൽ ഇബ്രാഹിം ദസൂഖ് റളിയല്ലാഹു അൻഹു ആകുന്ന ഖുതുബുൽ അഖ്താബിന്റെ നേതൃത്വത്തിലുള്ള നിരവധി ഔലിയാക്കളെ കൊണ്ടും പ്രകൃതി രമണീയമായ അന്തരീക്ഷം കൊണ്ടും മഹനീയമായ ദസൂഖിന്റെ ആ മഹത്തായ ഇടവഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇസ്കന്ദരിയ ദസൂഖല്ല, ഇസ്കന്ദരിയയുടെ ദസൂഖ് ഇമാമിന്റെ അമ്മത്തായ മന്ദറത്ത് അബുൽ മജിദുൽ ഖുറൈശി എന്ന് പറയുന്ന സയ്യിദത്തിന്റെ മക്കാമാണ് ഇപ്പോൾ നാം കണ്ടത്. ദസൂഖ് ഇമാമിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ മഹത്തായ ഇസ്കന്ദരിയ പട്ടണത്തിലും വിശ്രമിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ദസൂഖ് ഇമാമിന്റെ ഉമ്മയുടെ മക്കാമാണ് തൊട്ടടുത്ത് സയ്യിദ് അബുൽ ഫതഹ് തങ്ങളുടെ മക്കാമ്. ഫാത്തിമ സയ്യിദ റുഖിയ എന്ന പേരിൽ പ്രസിദ്ധമായ സയ്യിദ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് ഇബ്രാഹിം ദസൂഖി തങ്ങളുടെ ഉമ്മ. സയ്യിദ് അലി ബറക്കാത്ത് ഖാദിമ സയ്യിദ് ഇബ്രാഹിം ദസൂഖി. അൽഹംദുലില്ലാ, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ്. റെയിൽവേ ലൈനിന്റെ
നേരെയുള്ള പോക്കിന് വേണ്ടി ഈ പള്ളിയും മക്കാമും പൊളിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് സാധ്യമല്ലെന്ന് കറാമത്ത് കൊണ്ടുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുത്ത സ്വഹാബിയായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാം, റെയിൽവേ പാളങ്ങൾ രണ്ടും വളഞ്ഞ് രണ്ട് സൈഡിലൂടെ പോകുന്ന കാഴ്ച ഈ മക്കാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ലോകം തന്നെ വഴിമാറിക്കൊടുത്ത ഉദാഹരണം പോലെ നമ്മെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ദാനിയേൽ നബി അലൈഹിസ്സലാം ഇസ്കന്ദരിയ പട്ടണത്തിൽ ഇറങ്ങിയാൽ പ്രവാചക പരമ്പരയിൽ നിന്ന്, പ്രവാചക ശൃംഖലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദാനിയേൽ നബി അലൈഹിസ്സലാം വിശ്രമിക്കുന്ന പള്ളിയാണിത്. മക്കാമിന്റെ ഭാഗത്ത് തർമീം അഥവാ വിപുലീകരണവും മെയിൻ്റനൻസ് വർക്കും നടക്കുന്നതിനാൽ മക്കാമ് വിശാലമായി വ്യക്തമായി കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ മഹത്തായ ദാനിയേൽ നബി അലൈഹിസ്സലാമിന്റെ സമീപത്ത് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വിശ്രമിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയാണ് കാണുന്നത്. ചെറിയ ഖബറായി സൈഡിൽ മതിലിനോട് ചേർന്ന് കാണുന്ന ആ പഴയ കെട്ടാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റേത്. അവിടെ മക്കാമിന്റെ പുനർനിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ കൂടുതൽ വിശാലമായി കാണാൻ കഴിയാത്തതാണ്. ആ കാണുന്ന ലാഡറിലൂടെ, ഏണിയിലൂടെ താഴേക്ക് ഇറങ്ങിയാൽ മക്കാമിന്റെ തൊട്ട് സമീപത്തെത്താൻ കഴിയും. മഹാനായ ദാനിയേൽ നബി അലൈഹിസ്സലാമിന്റെയും ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെയും സവിധത്തിലാണ് നാം ഇപ്പോഴുള്ളത്. ഇസ്കന്ദരിയ പട്ടണത്തിൽ ചെല്ലുമ്പോൾ തന്നെ പ്രവാചക ശൃംഖലയിൽ നിന്നുള്ള മഹാന്റെയും അതുപോലെ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെയും അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹുവിന്റെയും ദാനിയേൽ നബി അലൈഹിസ്സലാമിന്റെ ഖബറാണ് കണ്ടത്. ദാനിയേൽ നബി അലൈഹിസ്സലാം ആ വിശാലമായ ഇസ്കന്ദരിയ പട്ടണത്തിന്റെയും ചുറ്റുഭാഗവും കിടക്കുന്ന പച്ച പരവതാനിയുടെയും കാർഷിക തോട്ടങ്ങളുടെയും ഒക്കെ പ്രൗഢി, ആത്മീയതയുടെ മഹത്തുക്കളായ രാജാക്കന്മാരായ അബുൽ അബ്ബാസ് മുർസി തങ്ങളുടെയും പ്രവാചക ശൃംഖലയിലെ ദാനിയേൽ നബി അലൈഹിസ്സലാമിന്റെയും ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ പിന്തുടർച്ചയും ബറക്കത്തുമാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. അൽഹംദുലില്ലാഹ്, ഫാത്തിമത്തുൻ നബവിയ്യ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ നാം എത്തിക്കഴിഞ്ഞു. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന പുത്രി ഫാത്തിമത്തുൻ നബവിയ്യ റളിയല്ലാഹു അൻഹ, മഹദിയുടെ പേരിൽ വളരെ വിശാലമായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് നാം കാണുന്നത്. ആ പള്ളിക്കകത്ത് വിശ്രമിക്കുന്ന ഫാത്തിമത്തുൻ നബവിയ്യയുടെ മഖാമിലേക്ക് ആവശ്യങ്ങളും ആവലാദികളുമായി ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും സിയാറത്തിനായി അവിടെ എത്തുകയാണ്. ഫാത്തിമത്തുൻ നബവിയ്യയുടെ മഖാമ് ഖാഹിറ പട്ടണത്തോട് ചേർന്ന് വളരെ പ്രവിശാലമായ, വളരെയധികം പ്രസിദ്ധമായ മഖാമാണ്. ഫാത്തിമത്തുൻ നബവിയ്യ റളിയല്ലാഹു അൻഹ അഹ്ലുൽ ബൈത്തിന്റെ ത്യാഗസുരഭിലമായ പാതയിൽ ഒരു മഹത്തായ അധ്യായം രചിക്കാൻ കഴിഞ്ഞ ഫാത്തിമത്തുൻ നബവിയ്യ റളിയല്ലാഹു അൻഹ, ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന പുത്രി ഫാത്തിമത്തുൻ നബവിയ്യ റളിയല്ലാഹു അൻഹയുടെ മഖാമിന്റെ പരിശുദ്ധമായ അന്തരീക്ഷം, വളരെയധികം അലങ്കൃതമായ മഖാമിലേക്ക് നമ്മുടെ സാന്നിധ്യമെത്തിയെങ്കിൽ മാനസിക സാന്നിധ്യത്തോടെ അഹ്ലുൽ ബൈത്തിനോട് മഹബത്ത് നിലനിർത്താനും ആ മഹബത്തിലായി ഈ ലോകത്ത് ജീവിച്ചു മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാത്തിമത്തുൻ നബവിയ്യയുടെ ചരിത്ര താളുകളെ നമുക്ക് ആ മഖാമിന്റെയും പള്ളിയുടെയും പരിസര പ്രദേശങ്ങളിലും അതിന്റെ ഭിത്തിയിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ചരിത്ര സാക്ഷീകരണത്തിലും കണ്ടെത്താൻ കഴിയും. അതിവിശാലമായ മസ്ജിദ്, പരിശുദ്ധമായ ഇബാദത്തിന്റെയും അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കുന്ന സ്വാലിഹീങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ അന്തരീക്ഷത്തിന് മാറ്റുകൂട്ടാൻ സയ്യിദ് അബ്ദുല്ലാഹിൽ ഹസൻ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ്
ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന പുത്രൻ സയ്യിദ് അബ്ദുല്ലാഹിൽ ഹസൻ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കിടാവായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സയ്യിദ് അബ്ദുല്ലാ തങ്ങളാണ് ഇപ്പോൾ നാം കാണുന്ന മഖാമിന്റെ നായകർ. അല്ലാഹു തആല ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാകുന്ന സിബത്തൈനിയോടൊപ്പം എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ സയ്യിദുനാ മുഹമ്മദ് ഇബ്നു അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന പുത്രൻ. അവിടുത്തെ ചാരത്താണ് നാം ഇപ്പോഴുള്ളത്. അൽഹംദുലില്ലാഹ്, എല്ലാവരെയും സിയാറത്ത് ചെയ്യാൻ ഒരിടമായി മിസ്ർ മാറിക്കഴിഞ്ഞു. മിസ്റിന്റെ പഴയകാല പ്രൗഢിയും ആത്മീയതയും നിലനിർത്താൻ ആധുനിക സമൂഹത്തിന്റെ പച്ച പരിഷ്കാരത്തോടെയുള്ള ജീവിതത്തിന് കഴിയുമോ? അള്ളാഹു നമ്മെ എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരൻ ബിൻയാമീൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ്. ബിൻയാമീൻ എന്ന ഷഖീഖായ സഹോദരൻ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരൻ ബിൻയാമീൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം കൊണ്ട് അനുഗ്രഹീതമായ മിസ്റിന് അവിടുത്തെ ഷഖീഖിയായ സഹോദരൻ, അളവുപാത്രം അവിടുത്തെ ലഗേജിൽ വീണതിന്റെ ഹിക്മത്തുമായി തിരിച്ചു വന്നവർ. ഇത് മുഹമ്മദ് താജുദ്ദീൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മഖാമാണ്. മുഹമ്മദ് താജുദ്ദീൻ അൽ അർബഈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് താജുദ്ദീൻ സയ്യിദ് അവറുകളുടെ മഖാമാണ് ഇപ്പോൾ നാം കാണുന്നത്. സയ്യിദ് മുഹമ്മദ് താജുദ്ദീൻ അഷ്ഷഹീർ ബിൽ അർബഈൻ, ബഹുമാനപ്പെട്ട മുഹമ്മദ് അഹ്മദ് ദർദീരി റളിയല്ലാഹു അൻഹു, അഹ്മദ് ദർദീരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ്. പ്രസിദ്ധമായ അഹ്മദ് ദർദീരി റളിയല്ലാഹു അൻഹു അബുൽ ബറക്കാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകളുടെ മഖാമിന്റെ സവിധത്തിലാണ്, സാന്നിധ്യത്തിലാണ്, മജ്ലിസിലാണ് നാം ഉള്ളത്. നിരവധി മഹാന്മാരെ ഗർഭം ധരിക്കാൻ ഭാഗ്യം ലഭിച്ച മിസ്റിന് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ആധികാരികത സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നേതൃത്വം ബഹുമാനപ്പെട്ട മഖാം അഹ്മദ് ദർദീരി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല നാഫിയായ ഇൽമിന്റെ ഉടമകളാക്കി നമുക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. വിശാലമായി ഉയർത്തിക്കെട്ടിയ കുമ്പകൾക്ക് കീഴിൽ വിശ്രമിക്കുന്ന ഔലിയാക്കളും ഉലമാക്കളും പഴയകാല മിസ്റിന്റെ ബലദുൽ ഇൽമെന്ന മഹത്തായ തനിമ വിളിച്ചുണർത്തുന്നതാണ്. അറബ് രാജ്യങ്ങളിൽ സമ്പത്തിന്റെ കൂമ്പാരമാണെങ്കിൽ ഇൽമിന്റെ കൂമ്പാരമെന്നറിയപ്പെട്ട മിസ്ർ ദീൻ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാല പ്രൗഢികളിൽ നിന്നും സൂക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മുഹരിസ് അസ്സബാഇ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം, മുഹരിസ് മുഹമ്മദ് അസ്സബാഇ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ മഖാമിന്റെ സമീപത്താണ് നാം ഉള്ളത്. മഹാന്മാരോടുള്ള സുഹബത്ത് നിലനിർത്തി സ്വർഗീയ വാസത്തിലും ഒരുമിച്ച് കൂടാൻ സർവാധിനാഥൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ. സയ്യിദ് അഹ്മദ് ദർദീർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അബുൽ ബറക്കാത്ത് എന്ന പേര് കിട്ടാനുള്ള സാഹചര്യം, ഇതെല്ലാം ഉല്ലേഖനം ചെയ്യപ്പെട്ട ചരിത്ര ശകലങ്ങൾ അവിടെ വ്യക്തമായി കാണാം. കറാമത്തുകളുടെ നിറകുടമായ മഹാനവറുകളുടെ വിശുദ്ധമായ കേന്ദ്രത്തിലെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്കും മുഹിബ്ബീങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്മദ് ദർദീർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള മഹത്തായ പള്ളിയാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ പേരിൽ അവരുടെ മഖ്ബറയുടെ പുറത്ത് പള്ളി പണിയാൻ പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനമുണ്ടായിരുന്നെങ്കിൽ അതിനെ അന്വർത്ഥമാക്കി യഹ്യ ഇബ്നു യഅഖൂബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലേക്ക് നാം എത്തിക്കഴിഞ്ഞു. യഹ്യ ഇബ്നു യഅഖൂബ് റളിയല്ലാഹു അൻഹു, യഹ്യ ഇബ്നു യഅഖൂബ് റളിയല്ലാഹു അൻഹു സുഖറ
യഹ്യ ബിൻ യാഖൂബ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രി സുഖറ ബീവിയുടെ മഖാം. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ തസവ്വുഫിന്റെ ഉന്നതമായ ശൈലിയുമായി അള്ളാഹുവിനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദിക്റുമായി കഴിഞ്ഞുകൂടിയ മഹാന്മാർ ഏത് മൂലയിലെത്തിയാലും അവരെ ആദരിക്കാനും അവരുടെ പ്രശസ്തി ലോകത്ത് പരത്താനും പിൻഗാമികൾ തയ്യാറെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സയ്യിദ് മുഹമ്മദ് ദവീദാർ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ നാം എത്തിക്കഴിഞ്ഞു. മുഹമ്മദ് ദവീദാർ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം വിശാലമായി പരന്നുകിടക്കുന്ന സ്ട്രീറ്റിന്റെ നടുവിലൂടെ നിരവധി മക്കാമുകളെ തൊട്ടുരുമ്മിയാണ് പബ്ലിക് റോഡുകൾ പലതും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബത്തനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ മക്കാമുള്ളത്. ബത്തനിയ എന്ന പേര് ലഭിക്കാൻ കാരണം ആലിമീങ്ങളെ പള്ളയിൽ ചുമക്കുന്ന പ്രദേശം എന്ന നിലക്കാണ്. പ്രഗത്ഭരായ ഉലമാക്കളും ഷെയ്ഖുൽ അസ്ഹറുമാരായി അടുത്ത കാലഘട്ടത്തിലുണ്ടായ പ്രഗത്ഭരായ ഉലമാക്കളുമൊക്കെ ബാത്തിനിയ എന്ന സ്ഥലം ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് തെരഞ്ഞെടുത്തിരുന്നു എന്ന് കാണാം. മഹാനായ സയ്യിദ് മർസൂഖുൽ യമാനി റളിയല്ലാഹു അൻഹു, മർസൂഖുൽ അഹ്മദി എന്ന പേരിൽ അറിയപ്പെടുന്ന അഹ്മദ് ബദവി തങ്ങളുടെ ഖലീഫയായ സയ്യിദ് മർസൂഖുൽ യമാനി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ് നാം കാണുന്നത്. അഹ്മദ് ബദവി തങ്ങളുടെ തരീഖത്തിന്റെ ഖലീഫയായ സയ്യിദ് മർസൂഖുൽ യമാനി റളിയല്ലാഹു അൻഹു അഹ്മദ് ബദവി തങ്ങളുടെ ഒന്നാമത്തെ ഖലീഫയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ശംസുദ്ദീൻ റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് മുഹമ്മദ് ശംസുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം ഷെയ്ഖ് അഹ്മദ് ശംസുദ്ദീൻ റളിയല്ലാഹു അൻഹു പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുദൂർ കൊണ്ട് സാന്നിധ്യം കൊണ്ട് അറിയിക്കപ്പെട്ട മഹത്തായ അടയാളമാണ് നാം കാണുന്ന പാദത്തിന്റെ അടയാളം, കാൽപാദത്തിന്റെ അടയാളം പതിഞ്ഞത്. മഹാനായ അമീനുദ്ദീൻ അൽ ബഗ്ദാദി തങ്ങളുടെ മഖാം. ഇമാമുൽ ആരിഫീൻ മുഹമ്മദ് അമീൻ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് അമീനുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം. അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവിടെ നിർമ്മാണം നടക്കുന്നതിനാൽ ഇപ്പോൾ നമ്മൾ മുഹമ്മദ് അബൂ അലിയാൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെയും ഷെയ്ഖ് ഇബ്രാഹിം ഖലീൽ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെയും സമീപത്താണുള്ളത്. ഷെയ്ഖ് ഇബ്രാഹിം അൽ ഖലീൽ, ഷെയ്ഖ് അബി അലിയാൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് ജാബിർ ഹുസൈൻ അഹ്മദുൽ ജാസൂലി, ജാബിർ ഹുസൈൻ ജാസൂലി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം. അവിടുത്തെ ഉറൂസുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ ആരവം നമുക്ക് കേൾക്കാം. വളരെയേറെ സമയം നീണ്ടു നിൽക്കുന്ന മൗലിദ് മദ്ഹ് ഗീതങ്ങളും അന്നദാനവും അവിടുത്തെ ഉറൂസിന്റെ വലിയ പ്രത്യേകതയാണ്. മഹാനായ മുഹമ്മദ് അമീനുൽ ഖുർദി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം. പണ്ഡിത ലോകത്തിന് പ്രഗത്ഭമായി പരിചയമുള്ള മുഹമ്മദ് അമീനുൽ ഖുർദി ഷാഫിഈ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു ഹിജ്റ 1332 വഫാത്തായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അമീനുൽ ഖുർദി റളിയല്ലാഹു അൻഹു ആണ്. അമീനുൽ ഖുർദി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മുഹമ്മദ് അബ്ദുറഹ്മാൻ നജ്മുദ്ദീൻ അൽ ഖുർദി, അഷ്ശൈഖ് നജ്മുദ്ദീൻ മുഹമ്മദ് അമീനുൽ ഖുർദി, സയ്യിദ് ളിയാഉദ്ദീൻ നജ്മുദ്ദീൻ അൽ ഖുർദി തുടങ്ങിയ മഹാന്മാരും അതോടൊപ്പം തന്നെ വിശ്രമിക്കുകയാണ്.
മരിച്ചിട്ടുണ്ടായി. അമീനുൽ ഖുർദി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള വിശാലമായ മഖാമും പള്ളിയും അവരുടെ കൂടെ വിശ്രമിക്കുന്ന ബന്ധുക്കളും അശ്ശബ്റാവി സയ്യിദ് അബ്ദുൽ ഖാലിഖ് അശ്ശബ്റാവി, സയ്യിദ് മുസ്തഫ അബ്ദുൽ ഖാലിഖ് അശ്ശബ്റാവി, രണ്ട് മഹാന്മാരുടെയും തരീഖത്തു അശ്ശബ്റാവിയ അൽ ഖൽവതിയ അവരുടെ മശീഖയും കേന്ദ്രവുമാണ് ഈ മഹത്തായ കേന്ദ്രത്തിലുള്ളത്. ശബ്റാവി മഹത്തായ കുടുംബം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പാരമ്പര്യത്തിലുള്ളതാണ്. അസ്ഹറിന്റെ പ്രഗത്ഭമായ വൈജ്ഞാനിക കേന്ദ്രമായ അസ്ഹറിന്റെ ഉലമാക്കളിൽപ്പെട്ടിരുന്ന ശബ്റാവി കുടുംബത്തിന്റെ മുത്തുകളായ അബ്ദുൽ ഖാലിഖ് അശ്ശബ്റാവിയും മുസ്തഫ അബ്ദുൽ ഖാലിഖ് അശ്ശബ്റാവിയുമാണ് ഈ മഹത്തായ മഖാമിൽ വിശ്രമിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മഹത്തായ മുഹമ്മദ് സക്കി ഇബ്രാഹിം മൗലാന അൽ ഇമാം ഇബ്രാഹിം അൽ ഖലീൽ അബു അലിയാൻ മുഹമ്മദ് സക്കി ഇബ്രാഹിം മുഹമ്മദ് വഹബി ഇബ്രാഹിം അഷേഖ് മുഹമ്മദ് യൂസുഫ് അൽ മർസൂഖി തുടങ്ങിയ മഹാന്മാരുടെ സവിധത്തിലാണ് നാം ഉള്ളത്. الشيخ علي كامل إبراهيم، شيخ إبراهيم الخليل، شيخ محمد وهبي إبراهيم، شيخ السيدة الزهراء فاطمة തുടങ്ങിയവരുടെ മഖാമിൽ നിന്ന് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഖുതുബ് ആയി അറിയപ്പെടുന്ന അബ്ദുൽ വഹാബ് അൽ അഫീഫി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്താണ്. വളരെ പ്രഗത്ഭമായ മഖാമിൽ അബ്ദുൽ വഹാബ് അൽ അഫീഫി റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്ത് വിശ്രമിക്കുന്ന സയ്യിദ് അബ്ദുല്ലാഹി സുദാനി മഹാനായ അഫീഫി തങ്ങളുടെ തിൽമീദാണ്. അൽഹംദുലില്ലാഹ്, സയ്യിദ് മുസ്തഫ അൽ ബക്രി റളിയല്ലാഹു അൻഹു ധാരാളം കറാമത്തുകളുടെ ഉടമയും മുസ്തജാബ് ദഅവയായ മഖാമിന്റെ നായകനുമായ മുസ്തഫ അൽ ബക്രി റളിയല്ലാഹു അൻഹു നിരവധി തസ്നീഫാത്തുകൾ കൊണ്ട് ആത്മീയ ലോകത്തിന്റെ സൂഫി ചക്രവാളത്തിൽ ഉയർത്തപ്പെട്ട മഹാനായ തേജസ്സിന് സമീപം വിശാലമായ പരന്നു കിടക്കുന്ന മഖബറകൾക്കുള്ളിൽ പച്ചക്കുമ്പയുടെ കീഴ വിശ്രമിക്കുന്ന മഹാനായ മുസ്തഫ അൽ ബക്രി തങ്ങളുടെ സവിധത്തിലാണ് നാം ഉള്ളത്. ഇന്നും തലയെടുപ്പോടെ നിലകൊള്ളുന്നു. ഇപ്പോൾ നാം എത്തിയത് ഷർഖാവിയുടെ മഖാമിലേക്കാണ്. ബഹുമാനപ്പെട്ട ഷർഖാവി ശൈഖുൽ ഇസ്ലാം ശൈഖ് അബ്ദുല്ലാഹി ഷർഖാവി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ മഖാം ഉൾക്കൊള്ളുന്ന പള്ളിയിലാണ് നാം ഉള്ളത്. മിസ്ലെ പ്രഗത്ഭമായ ഒരു ഹൈവേയുടെ സമീപം തല ഉയർത്തി നിൽക്കുന്ന ശൈഖുൽ ഇസ്ലാം ശൈഖ് അബ്ദുല്ലാഹി ഷർഖാവി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം. ഇപ്പോൾ കാണുന്നത് സാക്ഷാൽ ഫിർഔന്റെ ശരീരമടക്കം കാണാൻ കഴിയുന്ന മ്യൂസിയമാണ്. ഈജിപ്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ധിക്കാരിയായിരുന്ന, അല്ലല്ല ആഗോളതലത്തിൽ അറിയപ്പെട്ട ഭീകര നേതൃത്വമായിരുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, അവന്റെ അനങ്ങാത്ത കല്ലുകൾക്കും അടങ്ങിക്കിടക്കുന്ന ശരീരത്തിനും ഇസ്ലാമിനോട് പരാജയം സമ്മതിക്കേണ്ടി വന്നു എന്ന് തിരിച്ചറിയിപ്പിക്കുന്ന നിരവധി അത്ഭുതകരമായ ദൃശ്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഈജിപ്തിന്റെ വരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന മ്യൂസിയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന്
പ്രത്യേകം ടിക്കറ്റ് എടുത്താൽ 40 പൗണ്ട് അഥവാ നമ്മുടെ നാട്ടിലെ 320 രൂപ കൊടുത്താൽ അകത്തേക്ക് കടക്കാനും അകത്തു കടന്നതിന് ശേഷം പിന്നീട് ഫിറഔനിനെ കാണണമെങ്കിൽ 70 രൂപ പ്രത്യേകം കൊടുക്കണം. ഫിറഔന്റെ കാടുന്ന സ്ഥലത്ത് അയാളുടെ ശരണമില്ലാതെ വളരെയധികം വിഷമിച്ച് കിടക്കുന്ന അവസ്ഥ കണ്ടാൽ ആർക്കും ദയനീയ തോന്നും. ഇമാം ഖൽയൂബി റളിയല്ലാഹു അൻഹു ന്റെ സമീപത്താണ് ഇപ്പോഴുള്ളത്. ഖൽയൂബ് ഇയ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ്. കാഹിറയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. ശിഹാബുദ്ദീൻ അൽ ഖൽയൂബി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവ്വാദ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്താണ് ഇപ്പോഴുള്ളത്. സയ്യിദ് അവ്വാദ് റളിയല്ലാഹു അൻഹു സയ്യിദ് അവ്വാദ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ അവ്വാദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് അത്ത്-തഹ്ലമൂസി റളിയല്ലാഹു അൻഹു 802 ജനിച്ച് 878 വഫാത്തായ ബഹുമാനപ്പെട്ടവരുടെ സാന്നിധ്യം കൊണ്ട് ഖൽയൂബി ഇമാമിനോടൊപ്പം പ്രൗഢമാണ്. നേരത്തെ നാം ദർശിച്ച മ്യൂസിയത്തിൽ അശരണമായി കൈയൊടിഞ്ഞ പോലെ കിടക്കുന്ന ധാരാളം അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു എന്ന് എഴുതി വച്ചിരിക്കുന്ന റംസീസ് II എന്നെഴുതിയിരിക്കുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, അയാളുടെ ശരീരം കണ്ടാൽ ഈ ദയനീയമായ അന്ത്യത്തെക്കുറിച്ച് ആർക്കും ചിന്തിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. തലയിലെ മുടിയും വായിലെ കേടായ പല്ലുമടക്കം ആ പഹയനെ ശരിക്ക് കാണാൻ കഴിയുന്നു. നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ എന്ന വിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ പ്രതിഫലനം ശരിക്കും മനസ്സിലാക്കാൻ ആ മ്യൂസിയത്തിനുള്ളിൽ ഫിർഔന്റെ സമീപത്തെത്തുമ്പോൾ നമുക്ക് കഴിയുന്നു. ബഹുമാനപ്പെട്ട സാലിഹ് അബുൽ ഹദീദ് റളിയല്ലാഹു അൻഹു ഇരുമ്പിനെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ പഞ്ഞി പോലെ ഉരുണ്ട് സൗകര്യത്തിന് പ്രത്യേകമായി മാറി വരുന്ന ആ പേരിൽ പ്രസിദ്ധമായ സാലിഹ് അബുൽ ഹദീദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അഹ്ലുൽ ബത്നിൽപ്പെട്ടയാളാണെന്നും അഖ്താബു സബഅത്തിൽ നിന്നൊരാളാണെന്നും പ്രസിദ്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ഹദീദുൽ ബയൂമി ബഹുമാനപ്പെട്ട ശാദുലി ഇമാമിന്റെയും ഇമാം അഹ്മദ് ബദവി തങ്ങളുടെയും ശിഷ്യനാണ്. അവിടുത്തെ പരിശുദ്ധമായ മഖാമിലാണ് നാം ഉള്ളത്. സുൽത്താൻ മുഹമ്മദ് ശംസുദ്ദീൻ അൽ ഹനഫി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ സമീപത്തേക്കാണ് നാം യാത്ര. അവിടുത്തെ പ്രൗഢമായ പള്ളിയാണ് കാണുന്നത്. അതിഗംഭീരമായ മസ്ജിദാണ് മഹാനവറുകളുടെ പേരിലുള്ളത്. സുൽത്താൻ എന്ന പേരിൽ അവർക്കറിയപ്പെടാനുള്ള കാരണം രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മുമ്പിൽ മുസ്ലിം പ്രശ്നങ്ങൾ പറയാനും അവതരിപ്പിക്കാനുമുള്ള നേതൃത്വമായി അറിയപ്പെട്ടിരുന്ന മഹാനാണ് സുൽത്താൻ മുഹമ്മദ് ശംസുദ്ദീൻ അൽ ഹനഫി റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ സന്താന പരമ്പരയിൽപ്പെട്ട വലിയുല്ലാഹി സുൽത്താൻ മുഹമ്മദ് ശംസുദ്ദീൻ അൽ ഹനഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സവിധത്തിലാണ് നാം ഇപ്പോഴുള്ളത്. മഹ്മൂദുൽ ഹനഫിയുടെ ചരിത്ര മേഖലകളുമായി ബന്ധപ്പെട്ട് ധാരാളം തെളിവുകൾ ആ മഹത്തായ മഖാമിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നു.
അവിടുത്തെ മകളുടെ ഭർത്താവായ സയ്യിദ് ഉമർ റുക്കൻ റളിയല്ലാഹു അൻഹു പള്ളിയാണ്. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് തങ്ങളുടെ പള്ളിയാണ് ഇപ്പോൾ കാണുന്നത്. മിസ്റിന്റെ ചരിത്രത്തിലെ പടനായകരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ സംഭാവനയുമായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആകുന്ന സ്വഹാബി അവിടുന്നാണ് മിസ്റിനെ മോചിപ്പിച്ച പടത്തലവൻ. ആ മഹാനുഭാവന്റെ നിർമ്മാണത്തിൽ തുടക്കം കുറിച്ച് അനവധി വിപുലീകരണത്തിന് വിധേയമായി ഇന്ന് അതിവിശാലവും പ്രൗഢവുമായി തല ഉയർത്തി നിൽക്കുന്ന അംർ ഇബ്നുൽ ആസ് എന്ന് പറയുന്ന അവ്വലുൽ മസാജിദ് ഫീ മിസ്ർ വഅഖ്ദമുഹാ ഫീ മിസ്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആദ്യകാലത്തെ പള്ളി, മിസ്റിലെ ആദ്യ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബിയാൽ നിർമ്മാണം തുടങ്ങിയ മഹത്തായ പള്ളിയാണ് കാണുന്നത്. അനവധി കാലുകൾ വളരെ കൃത്യമായി സ്ഥാപിച്ചിട്ടുള്ള പഴയകാല മെഹ്റാബും മിമ്പറും അടക്കം 3 മെഹ്റാബുകളും മിമ്പറുകളും ഇപ്പോൾ നിലവിലുള്ള ആ മഹത്തായ മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളി. അതിവിശാലമായ പള്ളി. ഇതൊരു ഭാഗം മാത്രമാണ്. ഇതിന്റെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയാൽ കഅബയുടെ മതാഫിൽ ഇട്ടിരിക്കുന്നത് പോലെ അടിയിൽ നിന്ന് തണുപ്പ് വരുന്ന, വെയിലത്ത് ചൂടാകാത്ത പള്ളിയാണ്. പഴയ കാലത്ത് പവിത്രമായി സൂക്ഷിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലത്തിന്റെ ചിത്രമാണ് കാണുന്നത്. വിശാലമായ പള്ളി. മിമ്പറുകളും മെഹ്റാബുകളും പഴയതുൾപ്പെടെയുള്ള വിശാലമായ പള്ളി അംർ ഇബ്നുൽ ആസിന്റെ പള്ളി പ്രധാന ഹൈവേയുടെ തീരത്തായി തല ഉയർത്തി നിൽക്കുന്ന ഇസ്ലാമിന്റെ പാരമ്പര്യത്തെയും സഹാബി സാന്നിധ്യത്തെയും വിളിച്ചറിയിക്കുന്ന പള്ളിയിൽ നിന്ന് അടുത്തൊരു സഹാബിയുടെ അടുക്കലേക്കാണ് നാം എത്തിയത്. മസ്ലമത്ത് ബിൻ മുഖല്ലദ് അൻസാരി റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാഹ്, മഹാനവറുകളെ കാണാൻ മിസ്റിന്റെ ആ മഹത്തായ അന്തരീക്ഷത്തിൽ തന്നെ എത്തണം. സയ്യിദ് മുഹമ്മദ് മസ്ലമത്ത് ബിൻ മുഖല്ലദ് അൻസാരി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഭരണാധികാരിയും ഹാക്കിമുമായി ഉണ്ടായിരുന്നയാൾ. ഇപ്പോൾ കാണുന്ന മരം അത്ഭുതകരമായി അവിടുന്ന് പഴയ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്ന അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട കിണറിന്റെ സമീപം ഉള്ള മരമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മസ്ലമത്ത് ബിൻ മുഖല്ലദ് റളിയല്ലാഹു അൻഹു കുഴിച്ച കിണറിന്റെ സമീപം നിൽക്കുന്ന ആ മരത്തിന്റെ കാറ്റാടിക്ക് സമാനമായ ഇല വയറു സംബന്ധമായ രോഗങ്ങൾക്ക് ശിഫാ കൊണ്ട് വളരെയധികം മഷ്ഹൂറാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മസ്ലമത്ത് ബിൻ മുഖല്ലദ് അൻസാരി റളിയല്ലാഹു അൻഹു അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സഹാബത്ത് താരകതുല്യമാണ്, പ്രശോഭതയുള്ള ഹിദായത്തിന്റെ തീരങ്ങളാണ്. ആ നക്ഷത്രങ്ങളിൽ ആരെ പിന്തുടർന്നാലും നിങ്ങൾക്ക് ഹിദായത്തിന്റെ പരിശുദ്ധമായ സവിധത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധരായ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അംർ ഇബ്നുൽ ആസ് തങ്ങളുടെയും മുഹമ്മദ് മസ്ലമത്ത് ബിൻ മുഖല്ലദ് തങ്ങളുടെയും സാന്നിധ്യം തൊട്ടറിഞ്ഞ ഇനി നാം എത്തുന്നത് എവിടേക്കാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂദ് എന്ന് പറയുന്ന ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ ഷഖീഖായ സഹോദരൻ കൂടിയായ അബൂദ് തങ്ങളുടെ അടുക്കലേക്കാണ് എത്തിയിരിക്കുന്നത്. മുഹമ്മദ് അബൂദ് അബ്ദുൽ അസീസ് അബുൽ മജിദ് റളിയല്ലാഹു അൻഹു ഷഖീഖു സയ്യിദിനാ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു. അവിടുത്തെ മക്കാമിലേക്ക് നാം എത്തിക്കഴിഞ്ഞു.
അബു സഊദ് പള്ളിയുടെ സമീപത്തുള്ള വിശാലമായ മൈതാനത്താണ് ആ ഖബർ സ്ഥിതി ചെയ്തിരുന്നത്. ഇനി നാം അവിടുന്ന് ബഹുമാനപ്പെട്ട അബു സഊദുൽ ജാരിഹി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തെത്തിക്കഴിഞ്ഞു. അബൂ സഊദുൽ ജാരിഹി റളിയല്ലാഹു അൻഹു 933 ഹിജ്റ 933 വഫാത്തായ ഖൂമുൽ ജറാഹ് എന്നാണ് ആ സ്ഥലപ്പേര്. അവിടെ വിശ്രമിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമായി ഹസൻ റളിയല്ലാഹു അൻഹു മുഖേന പരമ്പരയെത്തുന്ന സയ്യിദുനാ അബൂ സഊദുൽ ജാരിഹി റളിയല്ലാഹു അൻഹു, സയ്യിദ് മുഹമ്മദ് അബൂ സഊദുൽ ജാരിഹി. ആലുൻ നബി ദരീഅതി വഹുമു ഇലൈഹി വസീലതി. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഹബീബത്ത് റളിയല്ലാഹു അൻഹ, സയ്യിദ ഹബീബ റളിയല്ലാഹു അൻഹ തൊട്ടടുത്ത് തന്നെ വിശ്രമിക്കുന്നു. അബൂ സഊദുൽ ജാരിഹയുടെ ചരിത്ര ശകലങ്ങളടങ്ങുന്ന മഹത്തായ വിശദീകരണം ആ മഖാമിൽ കാണാം. ദുആക്ക് ഇജാബത്ത് കൊണ്ടും ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി സമീപിക്കാൻ പറ്റിയ കേന്ദ്രമെന്ന നിലക്കുമുള്ള ആ സ്ഥലത്ത് നിന്ന് നാം എത്തിയത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയിലേക്കാണ്. ലോകപ്രസിദ്ധമായ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയിൽ നിൽക്കുന്ന കർണാനന്ദകരമായ പള്ളി മുഹമ്മദ് അലി നിർമ്മിച്ച പള്ളിയാണ്. മലിക് മുഹമ്മദ് അലി നിർമ്മിച്ച പള്ളിയാണ്. വിശാലമായ കോട്ട. കോട്ടയ്ക്കകത്തേക്ക് കിടക്കുമ്പോഴും മലയുടെ സാന്നിധ്യം തൊട്ടറിയുമ്പോഴും നമ്മെ മാടി വിളിക്കുന്ന ഒരു നായകൻ ആ കോട്ടയ്ക്കകത്ത് വിശ്രമിക്കുന്നുണ്ട്. മറ്റാരുമല്ല, മഹാനായ സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹു. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന മെമ്പറിൽ നിന്ന് യാ സാരിയത്തുൽ ജബൽ അൽ ജബൽ, ഓ സാരിയ, പർവ്വതത്തിന്റെ ഭാഗത്തുകൂടി വരുന്ന ശത്രുക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന നിലക്ക് പ്രഖ്യാപിക്കുമ്പോൾ കറാമത്ത് കൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം അവിടേക്ക് എത്തുകയും കറാമത്ത് കൊണ്ട് സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹു അത് കേൾക്കുകയും അവിടുത്തെ മഹത്തായ പരിശുദ്ധമായ ആ ദൗത്യ നിർവഹണത്തിന് അത് ഉപകാരം ചെയ്യുകയും സാരിയത്തുൽ ജബൽ, യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആ മഹത്തായ സംഭവത്തിന്റെ നായകരായ സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുള്ള യാത്രയാണ് സലാഹുദ്ദീൻ അയ്യൂബി എന്ന മഹാനവറുകളുടെ കോട്ടയ്ക്കകത്തുകൂടി നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയുടെ വിശാലമായ പ്രദേശങ്ങളും അവിടെ തല ഉയർത്തി നിൽക്കുന്ന പള്ളികളും ആ കോട്ടയുടെ ഇസ്ലാമിക തനിമ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ആദ്യമായി നമ്മെ ആകർഷിക്കുന്ന മഹത്തായൊരു പള്ളി മലിക് നാസർ മുഹമ്മദ് എന്ന് പറയുന്നയാൾ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിന് ശേഷം നിർമ്മിച്ച പള്ളിയാണ്. കോട്ടയ്ക്കുള്ളിലുള്ള ആ പള്ളിയുടെ പ്രത്യേകത, എല്ലാ തൂണുകളും വ്യത്യസ്തമാണ്. ഫറഔനിയ കാലഘട്ടത്തിലുള്ള വലിയ തൂണുണ്ട്, അതുപോലെ ചെറിയ തൂണുണ്ട്. വ്യത്യസ്ത അളവുകളിലുള്ള തൂണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായ പള്ളി ടൂറിസ്റ്റുകളെ കൂടി മാടി വിളിക്കുന്നതിന് കാരണമായി മാറുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം, വ്യത്യസ്ത വലിപ്പത്തിലുള്ള തൂണുകൾ കണ്ടില്ലേ? വലുതും ചെറുതും ഇടത്തരവുമുള്ള തൂണുകൾ കൊണ്ട് നിബിഡമായ, തൂണുകൾക്ക് പലവിധത്തിലുള്ള ചരിത്രങ്ങളും നമ്മോട് പറയാനുള്ള ആ ഉസ്തുവാനകൾ കൊണ്ട്, തൂണുകൾ കൊണ്ട്, സ്തംഭങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട മുഖ്തലിഫായ അൽവാനും മുഖ്തലിഫായ ഷെക്കിലും എല്ലാമുള്ള സൂറത്ത് രൂപവും നിറവുമൊക്കെ വ്യത്യസ്തമായ തൂണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട, അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ചന്ദനത്താൽ നിർമ്മിക്കപ്പെട്ട മേൽക്കൂരയുള്ള ആ മഹത്തായ പള്ളിയാണ് കോട്ടയ്ക്കകത്തുള്ള സലാഹുദ്ദീൻ അയ്യൂബിയുടെ പള്ളിയാണ്. തൂണുകൾ പല കാലഘട്ടത്തിലും പലരിൽ നിന്നും ഒരുമിച്ച് കൂട്ടി വ്യത്യസ്തമായ തൂണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഇന്ത്യയിൽ നിന്നുള്ള ചന്ദനം കൊണ്ടാണ് മുകൾ ഭാഗത്തെ തട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ കൂളിംഗ് ഈ പള്ളിയിൽ കയറിയാൽ നമുക്ക് കാണാം, അനുഭവിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ വിപ്ലവ ഗീതങ്ങൾ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തരുന്ന, സുലൈമാൻ ബാഷ രാജാവിന്റെയും അതുപോലെ തന്നെ മുഹമ്മദ് അലി രാജാവിന്റെയും ഒക്കെ ചരിത്രങ്ങൾ നമ്മെ വിളിച്ചു പറയുന്ന മഹത്തായ കോട്ടയുടെ ചരിത്രഭൂമിയിലൂടെ നാം സഞ്ചരിക്കുകയാണ്.
ഈ കോട്ടയിലേക്ക് 35 പൗണ്ട് ടിക്കറ്റിന് ആവശ്യമായത് നമ്മെ വിഷമിപ്പിക്കുന്നില്ല. ആത്മീയവും ദീനിയായ പരിവേഷവുമുള്ള ബടാ ശൈത്താനാകുന്ന ഫിറോവിനെ കാണാൻ 70, 40, 110 ഗിനി അഥവാ 880 ഇന്ത്യൻ രൂപ കൊടുത്തതിന്റെ നഷ്ടത്തിലാണ് നാം ഉള്ളത്. ഏതായിരുന്നാലും അത് നഷ്ടമല്ല. ചരിത്രത്തിന്റെ ഭൂമികയിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അത്രത്തോളം ക്രൂരതയും അത്രത്തോളം നിഷ്ഠൂരതയും കാണിക്കുകയും അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, പിൻഗാമികൾക്ക് ദൃഷ്ടാന്തമായി നിന്നെ ഞാൻ ശേഷിപ്പിക്കുമെന്ന വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം അന്വർത്ഥമാക്കുകയും ചെയ്ത ആ കോലം നാം കാണേണ്ടത് തന്നെ. അതുകൊണ്ടാണ് അത്രയും സാമ്പത്തികം ചെലവഴിച്ച് കാണത്തക്ക രീതിയിലുള്ള സംവിധാനത്തിൽ നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നത്. അതേസമയം 35 പൗണ്ട് മാത്രം കൊടുക്കേണ്ടുന്ന ഈ സ്ഥലത്ത് ധാരാളം ചരിത്രങ്ങൾ വളരെ വ്യക്തമായി അയവിറക്കാൻ കഴിയുന്നു. മുഹമ്മദ് അലിയുടെ പള്ളിയാണ് കാണുന്നത്. മലിക് മുഹമ്മദ് അലിയുടെ ജമീലായ സൗന്ദര്യപൂർണമായ പള്ളി. ആ പള്ളിയുടെ അകത്തളത്തിൽ ഉന്നതവും സൗന്ദര്യവത്തുമായ നിരവധി കൊത്തുപണികളും അലങ്കാരപ്പണികളും ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലിക് മുഹമ്മദ് അലിയുടെ പ്രൗഢമായ വിശ്രമവും അവിടെയാണ് എന്നത് ചരിത്ര വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. കോട്ടയുടെ തിരു അവശേഷിപ്പുകൾ അയവിറക്കത്തക്ക രീതിയിൽ പഴയ കാലത്ത് നിർമ്മിക്കപ്പെട്ട പീരങ്കികളും തോക്കുകളും എല്ലാം അടങ്ങുന്ന വിശാലമായ കോട്ടയ്ക്കുള്ളിലൂടെയുള്ള യാത്ര തികച്ചും അച്ചടക്കവും ചിട്ടയുമുള്ള യാത്രയായിരുന്നു. പഴയകാല ടാങ്കുകളും മറ്റും സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ ധീരോദാത്തമായ വിപ്ലവ നായകൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രവുമായി തൊട്ടുരുമ്മി കിടക്കുന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ട, അതിവിഖ്യാതമായ കോട്ടയുടെ അകത്തുകൂടിയുള്ള യാത്രയാണ് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഔലിയാക്കളുടെ മഖാമുകൾക്കും ആ കോട്ടയ്ക്കുള്ളിൽ സ്ഥലമുണ്ടെന്നത് ഉയർന്നു നിൽക്കുന്ന കുബ്ബയ്ക്കകത്തുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഹിജ്റ 10-ാം വർഷം വഫാത്തായ ആ 10-ാം നൂറ്റാണ്ടിൽ, 10-ാം വർഷമല്ല 10-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന അശൈഖ് മുഹമ്മദുൽ കഹ്കി എന്ന മഹാനവറുകളുടെ മക്കാമാണ് കാണുന്നത്. ഇതാ നാം എത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഏറെ നാളുകളായി പ്രഭാഷണങ്ങളിലൂടെ, ഇസ്ലാമിക വേദികളിലൂടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മഹത്തായ ആദർശങ്ങൾക്ക് വളക്കൂറേകിയ ചരിത്രത്തിന്റെ നായകരായ ബഹുമാനപ്പെട്ട സയ്യിദുന സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മഹത്തായ മക്കാമിലേക്കാണ് നാം എത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മക്കാം ഉൾക്കൊള്ളുന്ന പള്ളിക്കകത്ത് ഖിബിലയ്ക്ക് എതിർഭാഗത്ത് അഥവാ മെഹ്റാബ് നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വിശുദ്ധ ഖിബിലയ്ക്ക് അഭിമുഖമായി പള്ളി ബഹുമാനപ്പെട്ട സാക്ഷാൽ ഒരു ജബലിന്റെ പുറത്ത് തന്നെ ഇന്ന് വിശ്രമിക്കുന്ന സുലൈമാൻ പാഷ എന്ന രാജാവ് പണി കഴിപ്പിച്ച പള്ളിയാണ്. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബിയുടെ ശേഷം
450 ഹിജ്റ. ബഹുമാനപ്പെട്ട സുലൈമാൻ പാഷ എന്ന് പറയുന്ന ചക്രവർത്തി പണിത പള്ളിക്കടുത്താണ് ബഹുമാനപ്പെട്ടവർ ഉള്ളത്. മറവിട്ട് കിടക്കുന്ന പഴയ പള്ളിയാണ്. അൽഹംദുലില്ലാഹ്, ചരിത്ര ഭൂമികളിലൂടെയുള്ള പടയോട്ടം നമ്മുടെ സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ എത്തുന്ന സമയം ഇസ്രയേൽ എന്ന് പറയുന്ന ജൂത കരടിയുടെ മിസൈലുകൾ ലബനാൻ എന്ന പ്രദേശത്തേക്ക് പതിഞ്ഞുകൊണ്ടിരിക്കുന്ന വേള കൂടിയാണെന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ജൂത പൈശാചികതയുടെ കൂർത്തുമൂർത്ത കരങ്ങൾക്ക് നേരെ സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് വിജയം കൈവരിക്കാൻ ഇസ്ലാമിക സമൂഹത്തിനും മുസ്ലിം ഉമ്മത്തിനും കഴിയുമാറാകട്ടെ എന്ന 1000 പ്രാർത്ഥനാ മനസ്സോടെ സമീപിക്കാൻ ഇടം കണ്ടെത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പടത്തലവനും പടനായകനും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം മദീന മുനവ്വറയിൽ നിന്നുള്ള നിർദ്ദേശം നഹാവന്തിൽ എത്തുമ്പോൾ അത് ശ്രവിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനുഭാവനും ഖലീഫ ഉമറുൽ ഫാറൂഖിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ആ മഹത്തായ വിജയം കൊയ്തെടുത്ത നേതാവുമായ സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത് സുലൈമാൻ ബാഷ രാജാവിന്റെയും ഭാര്യയുടെയും സന്താനങ്ങളുടെയും മഖ്ബറയുടെ തൊട്ടടുത്താണ്. രാജാവും കൂടി സാരിയത്തുൽ ജബലിന്റെ സമീപത്ത് വിശ്രമിക്കാൻ ഇഷ്ടപ്പെട്ടു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജാവിന്റെ മീസാൻ കല്ലുകളാണ് ആ കാണുന്നത്. രാജകുടുംബത്തിന്റെ കബറുകൾ ഒന്നടക്കം അടങ്ങിയിരിക്കുന്ന ദരീഹിന്റെ തലഭാഗമാണ് നാം ഇപ്പോൾ കണ്ടത്. അൽഹംദുലില്ലാഹ്, അസ്സലാമു അലൈക്കും യാ സ്വഹാബത്ത് റസൂലില്ലാഹി സാരിയത്തുൽ ജബൽ റളിയല്ലാഹു തആല അൻഹു. സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹുവിന് പരിശുദ്ധമായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം ലഭിച്ച നഹാവന്തിന്റെ വിജയശ്രീ ലാളിതമായ അവസ്ഥയുമായി കിടക്കുന്ന ബഹുമാനപ്പെട്ട സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹു താഴ്ഭാഗത്തേക്ക് പരിശുദ്ധമായ മഖ്ബറകൾ ഒരുമിച്ച് അടക്കം ചെയ്യപ്പെടുന്ന സ്ഥലം അവിടുന്ന് വ്യക്തമായി കാണാം. മഹത്തായ സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമ് ആനുകാലിക സാഹചര്യങ്ങളിൽ ഇസ്ലാമിക ലോകത്ത് രക്ഷപ്പെടുന്നതിന് മഹാന്മാരുമായുള്ള ബന്ധവും ഔലിയാക്കളുമായുള്ള ബന്ധവുമാണ് ഏറ്റവും വലുതെന്ന് ബോധ്യപ്പെടുത്തുന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയ്ക്കകത്ത് പോലും പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ പണി നടക്കുന്നതിനാൽ അതിനിടയിലൂടെ നമുക്കിവിടെ എത്താൻ കഴിഞ്ഞത് വളരെ പാടുപെട്ടിട്ടാണ്. മഹാനായ സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ സൂറത്ത് യാസീനും ദുആയുമായി ഇഴുകിച്ചേരാൻ മുഅ്മിനീങ്ങൾ ആഗ്രഹം കാണിക്കുന്ന കൊതിക്കുന്ന ഈ സവിധം സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ് നമുക്ക് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയിൽ ഏറ്റവും പ്രധാനം. തൊട്ടപ്പുറത്ത് മിലിറ്ററി മ്യൂസിയം ഉണ്ട്. മിലിറ്ററി മ്യൂസിയത്തിൽ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള നിരവധി പോരാട്ടങ്ങളുടെ ദർപ്പണം നമുക്ക് കാണാൻ കഴിയും. നിരവധി അനവധി പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈജിപ്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പഴയകാല ഇസ്ലാമിക ചരിത്രത്തിലേക്ക് വളരെ വേഗം കടന്നു ചെല്ലാൻ സഹായിക്കുന്ന ആ മഹത്തായ സവിധത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ആ പരിശുദ്ധമായ സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ സേവനത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ കഴിയുന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയിൽ ആധുനിക സാങ്കേതിക സേനാ സംവിധാനത്തിൻ്റെതടക്കമുള്ള നിരവധി അംഗീകാര പത്രങ്ങളും സാക്ഷീകരണങ്ങളും നമുക്ക് ശ്രദ്ധിക്കാം. സാരിയത്ത് ബിൻ സുലൈം ബിൻ അംർ ബിൻ അബ്ദുല്ലാഹി ബിൻ ജാബിർ ബിൻ മഹ്മിയ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് ചെയ്ത ആ മഹത്തായ സംഭവങ്ങൾ ഹദീസിൽ ഉദ്ധരിച്ചുകൊണ്ടുള്ള സാക്ഷീകരണത്തിന് നമുക്ക് സാക്ഷിയാകാം.
كان حيا ويحق القول على الكافرين أولم يروا أن റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ മെമ്പറിൽ നിന്ന് മുതുബോധിക്കൊണ്ടിരിക്കുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിയായി വിളിച്ചു പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള നഹാവെന്നിന്റെ മഹത്തായ യുദ്ധാന്തരീക്ഷത്തിലേക്ക് ആ വിഷയം കടന്നു ചെല്ലുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്ത ലോക ചരിത്രത്തിലെ ഇതിഹാസം സൃഷ്ടിച്ച സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹു ഇന്നൊരു പ്രവിശാലമായ ജബലിന്റെ മുകളിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നത് ചരിത്രത്തിന്റെ മഹത്തായൊരു രസകരമായ അനുഭവമായി നമുക്ക് കാണാം. സുലൈമാൻ പാഷ നിർമ്മിച്ച പള്ളി അതാണ് സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യവിശ്രമ കേന്ദ്രമടങ്ങുന്ന പള്ളി. ഹിജ്റ 935 പ്രവിശാലമായി പുതുക്കി പണിത ഈ പള്ളി സുലൈമാൻ പാഷയുടെ പേരിൽ അറിയപ്പെടുന്നു. പ്രകൃതി രമണീയവും സസ്യശ്യാമള കോമളവുമായ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയുടെ പരിസര പ്രദേശം ഭൗതിക പ്രകൃതി പ്രേമികളെ ആകർഷിക്കുന്നതോടൊപ്പം ആത്മീയതയുടെ നിർവൃതിക്കായി ദാഹിച്ചടക്കുന്ന സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന മഹത്തായ ഒരു ആത്മീയ കേന്ദ്രം കൂടിയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് സറഉന്നൂർ റളിയല്ലാഹു അൻഹു എന്ന മഹാനവറുകളുടെ മക്ബറയാണ് കാണുന്നത്. മുഹമ്മദ് അലിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക രംഗത്ത് നേതൃത്വം നൽകിയ മഹാനുഭാവനായ പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് സറഉന്നൂർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ നിരവധി ഉപദേശങ്ങൾ അവിടെ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിനും അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലുന്നതിനുമുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായി സമൂഹത്തെ ഉപദേശിച്ചിരുന്ന മുഹമ്മദ് സറഉന്നൂർ റളിയല്ലാഹു അൻഹു സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയ്ക്കുള്ളിൽ തന്നെ വിശ്രമിക്കുകയാണ്. വിശാലമായ ഖുബ്ബയുടെ താഴെ വിശ്രമിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് സറഉന്നൂർ റളിയല്ലാഹു അൻഹു ടൂറിസ്റ്റുകളെ മാടി വിളിക്കുകയും പോരാട്ടങ്ങളുടെ ചരിത്രഭൂമികയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുകയും ചെയ്യുന്ന മിലിറ്ററി മ്യൂസിയം, മിലിറ്ററി പാർക്ക്, ഈജിപ്ഷ്യൻ മിലിറ്ററി മ്യൂസിയത്തിലെ മുമ്പിൽ സുലൈമാൻ പാഷ ഇബ്രാഹിം ഭാഷ എന്ന അധിനിവേശ കോളനിയായി ഞെങ്ങി അമർന്ന സമയത്തും ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇസ്രയേലുമായി പോരാട്ടം നടത്തേണ്ട സമയത്തും ഈജിപ്തിന്റെ പ്രൗഢി ഈജിപ്ഷ്യൻ മിലിറ്ററി കാണിച്ചു എന്ന് വിളിച്ചറിയിക്കുന്ന നിരവധി ചിത്രങ്ങളും അതികായ പ്രതിമകളുമെല്ലാമായി ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള മിലിറ്ററി മ്യൂസിയമാണ്. സൂയസ് കനാൽ ഉണ്ടാക്കിയ സൂയസ് കനാൽ ഉണ്ടാക്കിയ ആളാണ് ഈ കാണുന്നത്. മിലിറ്ററി നാഷണൽ മ്യൂസിയം, അൽ മത്ഹഫുൽ ഹർബി അൽ മിസ്രി.
ഇസ്ലാമിക ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില രേഖകളും മറ്റു കാര്യങ്ങളുമെല്ലാം ആ മ്യൂസിയത്തിനകത്ത് ഭദ്രമാണ്. പലപ്പോഴും പാർക്കുകളിലെ രഹസ്യങ്ങൾ, പാർക്കുകളെ അട്രാക്ട് ചെയ്യുന്ന വിജ്ഞാന ശേഖരങ്ങൾ പുറത്തു പോകരുതെന്ന നിർബന്ധ ബുദ്ധിയുള്ളതുപോലെ വളരെ ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്നതായി മനസ്സിലാക്കപ്പെടുന്നു. മുഹമ്മദ് അലി പാഷയുടെ ധീരോദാത്തമായ ഭരണത്തെക്കുറിച്ചാണ് ആ ക്യാമ്പസിൽ പിന്നീട് മനസ്സിലാക്കാൻ കഴിയുക. ഫറോണിക് ഏജ് ഫിർഔനിന്റെ കാലഘട്ടം, ഇസ്ലാമിക് ഏജ് ഇസ്ലാമിക കാലഘട്ടം, മോഡേൺ ഏജ് ആധുനിക കാലഘട്ടം എന്നിങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ സൈനിക മുന്നേറ്റങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ, അതിന്റെ അത്ഭുതകരമായ ദൃശ്യങ്ങളാണ് ഈ മ്യൂസിയത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഫറോവ റംസീസ് സാനി ഫിറഔനിന്റെ ചിത്രമാണ് ഈ കാണുന്നത്, ഫിറഔനിന്റെ പ്രതിമ. പക്ഷേ ഫിറൗനിനെ, സാക്ഷാൽ ഫിറൗനിനെ കാണുമ്പോൾ ഈ പ്രൗഢിയൊന്നുമില്ല. ഒരെല്ലും കോലുമായ കിളവൻ. റംസീസ് സാനിയെ കണ്ടതിനു ശേഷം പിന്നീട് നാം കണ്ടത് തോംസീസ് II, അഹ്മോസ്. വ്യത്യസ്ത രാജാക്കന്മാരുടെ കാൽക്കീഴിൽ അമർന്ന ഈജിപ്തിന്റെ ചരിത്ര പോരാട്ടങ്ങളെ കുറിച്ച് അപ്പോഴൊക്കെ ധീരോദാത്തമായി നേതൃത്വം വഹിച്ച ഈജിപ്ഷ്യൻ മിലിറ്ററിയെ കുറിച്ച് അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന ചിത്രങ്ങളുമായി ഈജിപ്ഷ്യൻ മിലിറ്ററി മ്യൂസിയം നമ്മോട് സംവദിക്കുകയാണ്. മൂന്നാം ലോക മഹായുദ്ധം ഒരു വെളിപ്പാടകലയോ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ ലോകതലത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനുമൊക്കെ ഉപയോഗിച്ച വസ്തുക്കളടക്കം സൂക്ഷിക്കാൻ എടുത്തുവെക്കുന്നതിൽ ബദ്ധശ്രദ്ധ കാണിച്ചവർ, നിരവധി പോരാട്ടങ്ങളെ മുന്നിൽ കണ്ട ഈജിപ്ഷ്യന് ഇനിയും ഒരു പോരാട്ടക്കളരിക്ക് അത്ഭുതമില്ലെന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിലാണുള്ളത്. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند هلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഈജിപ്ഷ്യൻ മിലിറ്ററി മ്യൂസിയത്തിൽ നിന്ന് പോരാട്ടങ്ങളുടെ ഇതിഹാസ ചരിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുമാറ് വ്യക്തമായി സംവിധാനിച്ചിട്ടുള്ള മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന കവാടം മുതൽ ഇറങ്ങുന്ന കവാടം വരെ പട്ടാള ചിട്ടയോടെ ചൂണ്ടിക്കാണിച്ച റൂട്ടിലൂടെ അച്ചടക്കത്തോടെ നടക്കണം എന്നതുകൂടി മിലിറ്ററി മ്യൂസിയം എന്ന പ്രത്യേകത നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഹെലികോപ്റ്റർ സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് അലി നിർമ്മിച്ച മഹത്തായ പള്ളി
അതിവിശാലമായ പള്ളിയും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനാൽ പള്ളിയുടെ ഏകാഗ്രത ഇബാദത്തിന് നഷ്ടപ്പെടുന്നു എന്ന വസ്തുത ഓർമ്മിപ്പിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. മുഹമ്മദ് അലിയുടെ മസ്ജിദിൽ വളരെ ഭംഗിയായ നിർമ്മാണ ചൈതന്യമാണ് നമുക്ക് ലഭിക്കുന്നത്, കാണാൻ കഴിയുന്നത്. മുഹമ്മദ് അലിയുടെ മഖ്ബറയും ആ പള്ളിയുടെ ഏറ്റവും പിന്നിലായി കാണാം. മസ്ജിദ് മുഹമ്മദ് അലി പാഷ. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയ്ക്കുള്ളിലെ മനോഹരമായ മുഹമ്മദ് അലിയുടെ മസ്ജിദ്